പ്രണയത്തെ പറ്റി കേൾക്കുമ്പം നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരിക മനുഷ്യർക്കിടയിലുള്ള പ്രണയത്തെ പറ്റിയാണ്. പക്ഷെ അതുമാത്രമാണോ? മനുഷ്യർക്കിടയിൽ മാത്രമാണോ പ്രണയം സംഭവിക്കുക? അല്ല. പ്രണയം നമുക്ക് നമ്മളോട് തന്നെ ആവാം. നമ്മളോട് തന്നെ നമുക്കൊരു പ്രണയമുണ്ടായാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറേ കൂടി സ്നേഹിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം തരുന്ന നിമിഷങ്ങളെപ്പറ്റി മാത്രം നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും. ദുഃഖകരമായ അവസ്ഥകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. പക്ഷെ അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ സന്തോഷകരമായ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുമുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്തിൽ നിന്നാണോ ദുഃഖമുണ്ടായത്, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണോ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത്, അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണെന്ന്. നമ്മൾ ഏത് കാര്യത്തെ പറ്റിയാണോ കൂടുതൽ ചിന്തിക്കുന്നത് അത് തന്നെയാവും നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മൾ സന്തോഷത്തെ പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ, കൂടുതൽ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം ദുഃഖം തരുന്ന അവസ്ഥകളെപ്പറ്റിയും സാഹചര്യങ്ങളെപ്പറ്റിയും നമ്മൾ ചിന്തിക്കുന്നേയില്ല. നമ്മൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമുക്ക് നമ്മളെ അപ്പോൾ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. നമ്മളെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളതിനോടും വല്ലാത്തൊരു സ്നേഹം തോന്നും. നമ്മുടെ സഹജീവികളോട് നമുക്ക് സ്നേഹം ഉണ്ടാവും. ഈ ജീവിതത്തിൽ നമ്മൾ വളരെയധികം കൊതിയോടെ നമ്മൾ സ്നേഹിക്കും. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണോ നമുക്ക് സന്തോഷം തരുന്നത് ആ കാര്യങ്ങളെ പറ്റിയാണ്. നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ നമുക്ക് ആ ഹാപ്പിനെസ് മറ്റുള്ളവരേക്ക് പകരാൻ പറ്റും. അതേസമയം നമ്മൾ ദുഃഖത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളോടൊരാൾ സംസാരിക്കാൻ വന്നാൽ നമ്മൾ ആരൊക്കെയായിട്ടാണോ സഹകരിക്കുന്നത് ഈ ദുഃഖം തന്നെ നമ്മൾ അവരിലേക്കും ഷെയർ ചെയ്യാൻ നോക്കും. അങ്ങനെയല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്, അല്ലേ? സന്തോഷം പകർന്നു കൊടുത്ത് നമ്മുടെ ജീവിതവും നമ്മളോടൊപ്പം ഉള്ളവരുടെ ജീവിതവും കൂടുതൽ സന്തോഷത്തിലാക്കാം.